എന്താ കഥ? ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നതേ ഒരു റിട്ടയേർഡ് കോളേജ് അധ്യാപികയുടെ അനുഭവമാണ്. ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ് ടീച്ചർ ഇരുന്ന് എഴുതുന്നത്. 2 വലിയ പേപ്പറിൽ വളരെ ഭംഗിയായിട്ട്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്ത ഒരു പ്രദേശത്ത് കൂടെയുള്ള യാത്രയായിരുന്നു. അവിടെ നിന്നുണ്ടായിട്ടുള്ള അനുഭവം. നിങ്ങൾ റെഡിയല്ലേ കേൾക്കാൻ? നമസ്തേ. ഞാനൊരു റിട്ടയേർഡ് കോളേജ് അധ്യാപികയാണ്. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. ഒരു 10 ദിവസത്തെ ചൈന, മംഗോളിയ, ഹോങ്കോങ് യാത്ര കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയതേയുള്ളൂ. ആ യാത്രയിലെ ഒരനുഭവം പങ്കുവയ്ക്കാനാണ് ഞാനിത് എഴുതുന്നത്. ഞങ്ങൾ 42 പേരുടെ ഒരു ഗ്രൂപ്പാണ് യാത്ര പോയത്. ചൈനയിലെത്തിയതിൻ്റെ 2-ാം ദിവസം രാവിലെ അവിടെ ബെയ്ജിങ്ങിലെ ഫോർബിഡൻ സിറ്റി കാണാനായി ഞങ്ങൾ പോയി. അത് 178 ഏക്കർ വിസ്തൃതിയുള്ള ഒരു സിറ്റിയാണ്. അവിടെ 1000 കൊട്ടാരങ്ങൾ കാണാനുണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസ് കയറിയപ്പോൾ തന്നെ ഞാൻ കൂട്ടം തെറ്റിപ്പോയി. ഞാൻ നോക്കുമ്പോൾ കടൽ പോലെ ജനപ്രളയമാണ്. ഗ്രൂപ്പിൻ്റെ ആരെയും കാണുന്നില്ല. അവർ മുന്നോട്ട് പോയി കാണുമെന്ന വിശ്വാസത്തിൽ ഞാൻ വേഗം മുന്നോട്ട് നടന്നു. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ. ഞാൻ കാഴ്ചകളൊന്നും ആസ്വദിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ അവരെ നോക്കി നോക്കി നടന്ന് അങ്ങ് എക്സിറ്റിലെത്തി. അവരുടനെ വരുമെന്ന പ്രതീക്ഷയിൽ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയമായിട്ടോ അവരെ കാണാഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചൈനയിൽ ഏകദേശം 2% പേർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയൂ. ഞാൻ സെക്യൂരിറ്റികളോടും പോലീസിനോടും ഒക്കെ ഓടി നടന്ന് ചോദിക്കുന്നു. പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ചൈനീസ് ഗൈഡിൻ്റെ നമ്പറും എൻ്റെ കൈവശമില്ല. 2 പെൺകുട്ടികളായിരുന്നു സെക്യൂരിറ്റികൾ. എൻ്റെ ടെൻഷൻ കണ്ട് അവർ ഫോണ് വാങ്ങിയിട്ട് എൻ്റെ നേരെ നീട്ടി തന്നു. അവരുടെ ഫോൺ. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് അവർ ആർക്കോ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ മറുപടി ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ മെസ്സേജായി കാണിച്ചു തരും. അങ്ങനെ ഞാൻ വേറെ എക്സിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേറെ എക്സിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതോടെ എൻ്റെ നാഡികളും തളർന്നു. അവരെ എങ്ങനെ കണ്ടുപിടിക്കും എനിക്കറിയില്ല. ഞാൻ അത്രയും അധികം ടെൻഷനായിപ്പോയി ആ നിമിഷം. പിന്നെ എന്താണ് നടന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചു. ഒരുപാട് പേരോട് ഓടി നടന്ന് ചോദിച്ചു. പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവസാനം ഞാൻ ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും പരസ്യമാക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷേ അവസാനം ഞാൻ ഭഗവാനോട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തിയാൽ ത്രിമധുരം ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യാമെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, അപ്പോൾ അവർ എൻ്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് വാങ്ങി ഡീറ്റെയിൽസ് ആർക്കോ അയച്ചു കൊടുത്തു. പിന്നെ ഗൈഡിൻ്റെ പേരും ഞങ്ങളുടെ ടൂർ ഗ്രൂപ്പിൻ്റെ പേരും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ഗൈഡിനെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് ചെല്ലാൻ മെസ്സേജ് വന്നു. ഞാൻ എങ്ങനെ ചെല്ലാനാണ്? അവിടെ ആരോട് എന്ത് പറയാൻ? ഞാൻ വീണ്ടും കുഴപ്പത്തിലായി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്ഥലമൊന്നും അറിയില്ല എന്ന്. അവസാനം അവർ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ, ഗൈഡ് അവിടെ വരുമെന്ന്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഗൈഡ് എത്തി. എൻ്റെ ഗ്രൂപ്പ് നിൽക്കുന്ന ഗേറ്റ് 4-5 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ നിന്നാണ് ഗൈഡ് വന്നത്. ഞാൻ അവളുടെ പുറകെ ഓടി. കാരണം അയാൾക്ക് ഭയങ്കര സ്പീഡാണ്, ഞാൻ സ്ലോയും. അവസാനം ഓടി എൻ്റെ ഗ്രൂപ്പിനെ കണ്ടപ്പോഴത്തെ എൻ്റെ അവസ്ഥ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഭഗവാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് അവിടെ നിന്നും ഷാങ്ഹായിലേക്ക് പോയേനെ. അന്ന് ബെയ്ജിങ്ങിലായിരുന്നില്ല സ്റ്റേ. ഭഗവാന് കോടി നന്ദി. സാഷ്ടാംഗ പ്രണാമം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൈനയിലെ ആ ഫോർബിഡൻ സിറ്റി, അവിടെ നമ്മൾ കുറച്ച് നേരം നടന്നില്ലേ ടീച്ചറുടെ കൂടെ. എന്താ കഥ? ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് നമുക്ക് അനുഭവങ്ങൾ വരുന്നത്. നമ്മളതെല്ലാം കാത്തിരിക്കുകയാണ് കേൾക്കാനായിട്ട്. ദിവസവും കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. എല്ലാവരിലേക്കായിട്ട് ടീച്ചറുടെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഗ്രൂപ്പ് അങ്ങനെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.